ഹായ് ആൾ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഹൂ ഇസ് ദ ഫസ്റ്റ് പേഴ്സൺ വി മീറ്റ് ഫസ്റ്റ്, അതായത് ഏറ്റവും ആദ്യം കാണുന്ന ആൾ ആരാണ് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ. അത് നമ്മുടെ ഫോണാണോ അതോ നമ്മൾ തന്നെയാണോ? കാരണം നമ്മുടെ ഫോണിൽ അലാറം അടിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റിട്ട് ഫോൺ ഓഫ് ചെയ്യും. അത് കഴിഞ്ഞ് നേരെ നിലത്ത്, അതായത് ഫ്ലോറിൽ കാല് കുത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫോൺ നോക്കും. ഫോണിലത്തെ ഓരോ നോട്ടിഫിക്കേഷൻ നോക്കും, ഓരോ മെസ്സേജ് നോക്കും, ഓരോ ഹെഡ്ലൈൻസ്, ന്യൂസ്, അങ്ങനെ പല പല കാര്യങ്ങളും, ഓരോ ആൾക്കാരുടെ സ്റ്റാറ്റസ്, മറ്റുള്ളവരുടെ സക്സസ് സ്റ്റോറീസ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം തന്നെ കാണുക. അപ്പം നമുക്ക് നമ്മളെപ്പറ്റി പോലും ചിന്തിക്കാനോ നമ്മളെപ്പറ്റി നമ്മുടെ ഹെഡിൽ വരുന്ന എന്തെങ്കിലും ആശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തോട്ട്സോ അതൊന്നും നമുക്ക് ആലോചിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഫോണിൽ വരുന്ന ഓരോ കാര്യങ്ങളെ പറ്റി, ഒരു നോട്ടിഫിക്കേഷൻ, മെസ്സേജ്, ഈ കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ബോദർ ചെയ്യുക. നമ്മൾ ഒരിക്കലും നമ്മളെ പറ്റിയിട്ട് ആലോചിക്കുകയും നമ്മളെപ്പറ്റി ചെയ്യാറില്ല. ഇപ്പം എനിക്ക് തന്നെ പല ദിവസങ്ങളിലും എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, പല ദിവസവും ഇതുപോലെ തന്നെ കാലത്ത് എഴുന്നേറ്റിട്ട് നേരെ ഫോണായിട്ട് നോക്കുക. ഫോണിൽ വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ, ഓരോ മെസ്സേജ്, അതിപ്പോൾ വർക്ക് റിലേറ്റഡ് മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹെഡ്ലൈൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലത്തെ ഓരോ റീല് കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അത് മിക്കവാറും കാണിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ സക്സസ് ആയിരിക്കുക, അല്ലെങ്കിൽ ഓരോരുത്തരുടെ സക്സസ് സ്റ്റോറീസ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ എന്തൊക്കെയായിരുന്നു അവരുടെ കാര്യങ്ങൾ, അതുപോലത്തെ ഓരോ കാര്യങ്ങളായിരിക്കാം നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്പീഡ് എന്നുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത്. സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യം സ്പീഡാണ്. എല്ലാത്തിനും നമ്മൾ സ്പീഡായിട്ട് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കാലത്ത് നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ കാലത്ത് എല്ലാ ചെക്ക് ബോക്സും റെഡിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കാലത്ത് നമ്മൾ എക്സസൈസ് ചെയ്തു, നമ്മൾ വർക്കൗട്ട് ചെയ്തു, നമ്മൾ ആ കാര്യം ചെയ്തു, നമ്മൾ ഈ കാര്യം ചെയ്തു, അങ്ങനെ പല പല കാലത്ത് വർക്കൗട്ട് റുട്ടീൻ, അല്ലെങ്കിൽ സൺറൈസ് വർക്കൗട്ട് റുട്ടീൻ, അതുപോലെ കോഫി കുടിച്ചു, അതുപോലെ ഇന്ന ആപ്പ് നോക്കി, ഇന്ന പോഡ്കാസ്റ്റ് നോക്കി, മോർണിംഗ് പോഡ്കാസ്റ്റ് നമ്മൾ നോക്കി, മോർണിംഗ് ന്യൂസ് നോക്കി, ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ബിസിയാണ്. നമ്മളത് പെട്ടെന്ന് ചെയ്തു എന്നുള്ള ഇത് പെട്ടെന്ന് ചെയ്തു അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വരെ നോക്കാൻ വലിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സ്പീഡ് എന്നുള്ള ആ ഒരു കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചു. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫോൺ കൂടെ ഉണ്ടാവും. നമ്മൾ ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴും അപ്പോഴും നമ്മുടെ ഫോൺ കയ്യിലുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നോ ആ ഒരു മൊമെൻറ്റിലായിരിക്കില്ല നമ്മൾ പക്ഷെ മറ്റു പല ലോകത്തായിരിക്കും. നമുക്ക് ഇതിനായിട്ട് എന്ത് ചെയ്യാം? ഇതിന് സ്റ്റിൽ ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഈ എഴുന്നേൽക്കത്ത് കഴിഞ്ഞ ഒരു 1 to 10 minutes, ആ 10 minutes നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സമയമായിട്ട് നമുക്കത് ചെയ്തുകൂടെ? നമ്മുടേതായിട്ടുള്ള ഒരു സമയമായിട്ട്, അതായത് നമ്മളെല്ലാത്തിനും സിനിമ ആക്ടിവിറ്റീസ് നമ്മൾ അൺപ്ലഗ് ചെയ്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒരു സ്പേസ്, നമ്മുടെ ഒരു ബ്രീത്തിങ് സ്പേസ് നമുക്ക് തന്നെ ഒരു കാർവ് ചെയ്തെടുത്തൂടെ? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ജസ്റ്റ് എഴുന്നേറ്റു, നമ്മൾ അലാറം ഓഫ് ചെയ്തു, അതിനുശേഷം നമ്മൾ നമ്മുടെ ഫോൺ നോക്കി. നമ്മുടെ ഫോൺ നോക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ജസ്റ്റ് ബ്രീത്തിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നടന്നു, ഒന്ന് സ്ട്രെച്ച് ചെയ്തു. അതുപോലെ തന്നെ നമ്മളത് ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒന്ന് പോയി ഇരുന്ന് ജസ്റ്റ് ആ സറൗണ്ടിങ്സൊക്കെ ഒന്ന് ചുറ്റും ഒന്ന് നോക്കി. ഇങ്ങനെ ഈ ഒരു പ്ലാൻ നമുക്ക് എന്തുകൊണ്ട് വർക്കൗട്ട് ചെയ്തുകൂടാ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പ്ലാൻ, അതായത് ഒരു ഏർലി മോർണിംഗ് പ്ലാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് വർക്കൗട്ട് ആവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ ഈ ഒരു ഏർലി വർക്കൗട്ട് പ്ലാൻ, അതായത് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രം 1 to ഇതിങ്ങനെ ഞാൻ 10 minutes ആക്കിയിട്ടാണ് തരുന്നത്. 10 minutes ആണ് ടോട്ടൽ ടൈം, ഒരു നമുക്ക് റണ്ണിലുള്ള ഒരു ടോട്ടൽ ടൈം. അപ്പോൾ അതിൽ ഞാനതിന് 3ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 to 4 minutes, 5 to 7 minutes, പിന്നെ 7 to 10 minutes, അങ്ങനെ 3ആക്കി. അപ്പോൾ 1 to 4 minutes
വരുന്നത് നമ്മൾ ജസ്റ്റ് എഴുന്നേറ്റു നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് നോക്കി. നമ്മൾ ഫോൺ എടുക്കുന്നില്ല, പക്ഷെ നമ്മൾ ബ്രീത്തിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു. എന്ന് നമ്മൾ ജസ്റ്റ് കട്ടുമെന്ന് എഴുന്നേറ്റു. അത് എഴുന്നേറ്റ ശേഷം 5 to 7 minutes നമ്മൾ ജസ്റ്റ് നമ്മുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്തു. നമ്മളൊരു ഗ്ലാസ് വാട്ടർ കുടിച്ചു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഫ്രം 7 to 10 minutes അഗെയിൻ നമ്മൾ ഒന്നില്ലെങ്കിൽ വീടിൻ്റെ മുമ്പിൽ പോയിരുന്നു, അല്ലെങ്കിൽ വീടിൻ്റെ ജനാല തുറന്നു. നമ്മൾ അത് ഫ്രഷ് എയർ ഒന്ന് നമ്മൾ ബ്രീതിങ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ഒരു 7-10 minutes നമ്മൾ നമ്മുടെ ഉള്ളിൽ വരുന്ന തോട്ട്സ്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഫ്രഷ് എയർ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത്, നമ്മുടെ കിളികളുടെ സൗണ്ടും അതുപോലെ നമ്മുടെ സ്ക്വയറിൻ്റെ സൗണ്ടും അതുപോലെ നമ്മുടെ അകലെ നിന്ന് വരുന്ന ഒരേ സൗണ്ടും ജസ്റ്റ് ഒന്ന് കേട്ടൊന്ന് ആസ്വദിച്ചൊന്ന് ആ ഒരു 3 minutes എങ്കിലും ഒന്ന് റിലാക്സ് ചെയ്ത് നമുക്ക് വേണ്ടി ഒന്ന് റിലാക്സ് ചെയ്യുന്ന മാതിരി ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് തോന്നാം അപ്പം മറ്റുള്ള ഇത് ചെയ്യുന്നത്, അപ്പോൾ വർക്കൗട്ട്, ഇപ്പോൾ ചിലരെല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്, പോഡ്കാസ്റ്റ് കേൾക്കുന്നവരുണ്ട്, അതുപോലെ മറ്റ് പല ആക്ടിവിറ്റീസിലും ഏർപ്പെടുന്നവരുണ്ട്. അപ്പം അതൊക്കെ തെറ്റാണോ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ അത് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അതൊരിക്കലും തെറ്റല്ല. പക്ഷെ നമുക്ക് ഈ ഒരു കാര്യം കൂടെ നമുക്ക് തന്നെ ഒരു ജെന്റിൽ റിലാക്സേഷൻ, മോർണിംഗ് വേക്കപ്പ് എന്നുള്ള ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നാൽ അതും വളരെ നിങ്ങൾക്ക് എന്തായാലും ഒരു മാറ്റം കൊണ്ടുവരും. അപ്പോൾ ഒരു ജെന്റിൽ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ജെന്റിൽ മോർണിംഗ് എന്തായാലും നിങ്ങൾക്കും തികച്ചും ഒരു ഫ്രഷ് സ്റ്റാർട്ടിനുള്ള ഒരു ടിപ്പായിരിക്കും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ബെറ്റർ റിസൾട്ട്സ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതാണ്. ഇപ്പോൾ എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാം, നമ്മളെ തന്നെ ഇതാക്കാം എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരും ഫ്രഷ് ആയിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വേറൊരു ദിവസം കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേറ്റഡ് സ്റ്റോറീസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ കമൻസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്താണ് ഒരു ജെന്റിൽ വേക്കപ്പിന്, ഒരു ഏർലി മോർണിംഗ് ജെന്റിൽ വേക്കപ്പിന് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഡെഫിനറ്റ്ലി സീ യു in my next video. Thank you one and all for watching Stranger Stories. Keep in touch. Thank you.